പണ്ടൊക്കെ ഉണ്ടല്ലോ ചക്ക ഇങ്ങനെ കടി വെട്ടിയിട്ട് ഓരോ കടി എടുത്തിട്ട് അതിൻ്റെ മൂക്ക് ചെത്തിയിട്ട് ചുറ്റും പിള്ളേരുണ്ടാവും അവരുടെ കയ്യിലേക്ക് അങ്ങോട്ട് കൊടുക്കും. കടി എന്ന് പറയുന്നത് ഈ ചക്ക കഷ്ണങ്ങളെയാണ് കേട്ടോ. അതുപോലത്തെ ചെറിയ ചെറിയ കഷ്ണങ്ങളല്ല, കുറച്ചും കൂടി വലിയ കഷ്ണങ്ങളായിരിക്കും. ഒരു 10-12 ചോളയൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പോൾ നമ്മളത് വാങ്ങിയിട്ട് അതിൽ നിന്ന് ഈ ചോള വലിച്ച് പറിച്ചെടുത്ത് അതിന് ചവണിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞിട്ട് നമ്മൾ അവിടെ ഇരുന്നിട്ട് കഴിക്കും. എല്ലാവരും കഴിച്ച് കഴിയുമ്പോൾ അതൊരു ഭയങ്കര സംതൃപ്തി കേട്ടോ, അങ്ങനെ ഒരുമിച്ചിരുന്നിട്ട് ഇങ്ങനെ പറിച്ച് കഴിക്കണത്. എല്ലാവരും കഴിച്ച് കഴിഞ്ഞ് ബാക്കിയുള്ളത് എല്ലാവരും കൂടി പറിച്ചൊരു പാത്രത്തിലിട്ട് അതിൻ്റെ കുരുവും വൃത്തിയാക്കി എടുക്കും. ഇപ്പോൾ കുട്ടികളെയൊന്നും അങ്ങനെ കിട്ടില്ലല്ലോ, അവർ പഠിക്കാൻ പോലും ഇപ്പോൾ നാട്ടിലില്ലാത്തവരും അങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ വല്ലപ്പോഴും ആഴ്ചയിലൊരിക്കലൊക്കെ വരുന്നവരാ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ മൊത്തം ചോള പറിച്ച് അതിൻ്റെ ചവണിയൊക്കെ കളഞ്ഞ്, അല്ലെങ്കിൽ തിന്നാനെടുക്കുമ്പോൾ ചവണി കളഞ്ഞാൽ വീണ്ടും പ്രശ്നമാണ്, അവിടെ മുഴുവൻ ചവണിയും വൃത്തികേടൊക്കെ ആവും. അപ്പോൾ നമ്മളതൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഇത് 2 പാത്രത്തിലാക്കിയിട്ട് ചക്കച്ചോള ഒരു പാത്രത്തിലും കുരു വേറെ പാത്രത്തിലും ആക്കിയിട്ട് ഇങ്ങനെ വെക്കും. വെളിച്ചെണ്ണ ഒരു കുഞ്ഞിപ്പിഞ്ഞാണത്തിലാക്കിയിട്ട് അവിടെ വെക്കൂട്ടോ. നമ്മൾ കൈ തൊട്ട് ഇടയ്ക്കിടയ്ക്ക് വെളിച്ചെണ്ണയിൽ മുക്കിയില്ലെങ്കിൽ ഈ ചക്കപ്പശ കയ്യിലൊട്ടി പിടിക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഴയതുപോലെ തന്നെ, പക്ഷേ താഴെ ഇരുന്നാണ് നന്നാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ മേശപ്പുറത്ത് വെച്ചിട്ടാണ് നന്നാക്കണേ. കാരണം താഴെ ഇരുന്നാൽ പിന്നെ എനിക്കാണെങ്കിൽ പിടിച്ചു വലിച്ച് ഏൽപ്പിക്കേണ്ടി വരും. പിന്നെ ആ ഇരിപ്പും എനിക്കൊരു സുഖമല്ല. പിന്നെ ഇത് നല്ല പാകത്തിന് പഴുത്ത ചക്കയാട്ടോ, അതുകൊണ്ട് നന്നാക്കാൻ കുറച്ച് എളുപ്പമാണ്. പഴുത്ത ഒലഞ്ഞിട്ടൊന്നുമില്ല. അപ്പം നമ്മൾ കഴിച്ചു കഴിഞ്ഞ് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെക്കും. ഇതേ ആയൂർ ചാക്കിൻ്റെ ചക്കയാണ് കേട്ടോ, ചെറിയ ചക്കയാണ്, അതുകൊണ്ട് കുറേയൊന്നും ബാക്കി ഉണ്ടാവില്ല, പക്ഷെ നല്ല മധുരമാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.